ദൈവമേ, അങ്ങയുടെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ദാവീദ് ചോദിക്കുന്ന വ്യക്തമായ ഒരു ചോദ്യമാണ്. കേവലം 5 വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിൽ കൂടി ദാവീദ് അതിന് മറുപടിയും നൽകുന്നു. ദൈവത്തിന്റെ കൂടാരം എവിടെയാണ്? യോഹന്നാന് ദൈവം ഈ കൂടാരത്തെക്കുറിച്ച് ദർശനം കൊടുത്തു. ഈ ഭൂമിയും ഈ ആകാശവും ഒഴിഞ്ഞു പോകും. പുതിയ ആകാശത്തെയും ഭൂമിയെയും പറ്റി യോഹന്നാന് ദൈവം ദർശനം കൊടുത്തു. പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതും യോഹന്നാൻ ദർശിച്ച ആ ദർശനത്തെക്കുറിച്ച് യോഹന്നാൻ ഇങ്ങനെ എഴുതി: സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 3-ാമത് വചനം. ഈ സ്വർഗത്തിലെ കൂടാരത്തിൽ ദൈവത്തോടൊപ്പം പാർക്കുവാൻ ആരാണ് യോഗ്യൻ എന്നാണ് ദാവീദ് ചോദിക്കുന്നത്. 8 കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുന്നതും ഗിരികളിൽ വസിക്കുന്നതും എന്ന് ഉത്തരം നൽകിക്കൊണ്ട് ഈ സങ്കീർത്തനം അവസാനിക്കുന്നു. അവ ഏവയെന്ന് നമുക്ക് നോക്കാം. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുന്നവൻ. കുറ്റമറ്റവനായി നടന്നാൽ മാത്രം പോരാ, നീതി പ്രവർത്തിക്കുകയും വേണം. യാക്കോബ് ഇങ്ങനെ പറഞ്ഞു: പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ. പ്രവൃത്തികൾ മാത്രം പോരാ, അതിനു പിന്നിൽ നിഷ്കളങ്കമായ ഹൃദയവും വേണം. കാരണം ഹൃദയത്തിലെ നിരൂപണങ്ങളെല്ലാം ദൈവം ഗ്രഹിക്കുന്നു. പ്രവൃത്തികളുടെ പിന്നിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ടാകരുത്. എല്ലാ പ്രവൃത്തികളും ദൈവനാമ മഹത്വത്തിനായി മാറണം. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ശിശുവിനെ പോലെയായി തീരണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. 2, സത്യം സംസാരിക്കുന്നവൻ. നാം ആത്മാർത്ഥതയും സത്യസന്ധതയും സംസാരത്തിൽ പാലിക്കണം. യേശു പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 37-ാമത് വചനം. 3, നാവ് കൊണ്ട് കുരുള പറയാതിരിക്കുക. ഇന്ന് സകല ദോഷങ്ങൾക്കും മൂലകാരണം നമ്മുടെ നാവാണ്. അത് കടിഞ്ഞാണിടാതെ മരണകരമായ വിഷം പുറപ്പെടുവിക്കുകയാണ്. 3, നാവ് കൊണ്ട് കുരുള പറയാതിരിക്കുക. ഇന്ന് സകല ദോഷങ്ങൾക്കും മൂലകാരണം നമ്മുടെ നാവാണ്. അത് കടിഞ്ഞാണ് ഇടാത്തത് കൊണ്ട് മരണകരമായ വിഷം അത് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഏഷണി, പരദൂഷണം, അപശ്രുതി എന്നിവയൊക്കെ ഒഴിവാക്കണം. നാവിനെ നിയന്ത്രിക്കുവാൻ ദൈവിക കൃപ കൂടിയേ തീരൂ. നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കാൻ കഴിയുകയില്ല. 4, കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും അപമാനം വരുത്താതെയും നോക്കുക. സ്നേഹിതന് വിഷമങ്ങൾ വരുമ്പോൾ അതിൽ സന്തോഷിക്കാതിരിക്കുക. സ്നേഹിതന്റെ ഉയർച്ച കാണുമ്പോൾ അതിൽ ദുഃഖിക്കാതിരിക്കുക. സ്നേഹിതന് അപമാനം വരുത്തുന്ന വിധത്തിൽ യാതൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന യേശുവിന്റെ സമത്വ സുന്ദര കൽപ്പന പാലിക്കുക. 5, വഷളനെ നിന്ദ്യനായി എണ്ണുക. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുക. 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതിരിക്കുക, അവരുടെ വഴികളിൽ നടക്കാതിരിക്കുക എന്ന് സാരം. ദൈവഭക്തന്മാരെ ആദരിക്കുകയും വേണം. 6, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സ്വന്തം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പുലർത്തണം. സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ചില നഷ്ടങ്ങൾ സംഭവിച്ചെന്ന് വരാം. എന്നിരുന്നാലും സ്വന്തം നേട്ടത്തിനും ലാഭത്തിനും വേണ്ടി വാക്കുകൾ മാറ്റരുത്. 7, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ. ധനം പലിശയ്ക്ക് കൊടുത്ത് സാധുക്കളെ ചൂഷണം ചെയ്യരുത്. പലിശയ്ക്കെതിരെയുള്ള അനുശാസനങ്ങൾ തിരുവെഴുത്തുകൾ ധാരാളമായി കാണുന്നു. ലേവ്യാപുസ്തകം 25-ാം അധ്യായം അതിന്റെ 36-37 വാക്യങ്ങൾ. യെഹെസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാമത് വചനം. ഏറ്റവും ഒടുവിൽ 8-ാമത്, കൈക്കൂലി വാങ്ങാത്തവൻ. അർബുദം പോലെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കൈക്കൂലി. ഇതിനെതിരെ നാം നിൽക്കേണ്ടതാണ്. ഇങ്ങനെ 8 കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തി ഒരു നാളിൽ കുലുങ്ങിപ്പോകുകയില്ല എന്ന് പറഞ്ഞു ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നവൻ എപ്പോഴും സ്ഥിരതയും ഉറപ്പുമുള്ളവനായി വസിക്കും. അന്ത്യന്യായവിധിയുടെ നാളിൽ അവൻ ലജ്ജിച്ചു പോകുകയില്ല. അവൻ യഹോവയുടെ കൂടാരത്തിൽ ആ ഉത്തമഗിരിയിൽ എന്നേക്കും വസിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ
മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com